പാചകം പോലല്ല പാചകം. മസാല എല്ലാം പാകമായി നമുക്കിനി മുട്ടയിടാം. ഈ പാചകം എന്ന് പറയുന്നത് നമ്മളെല്ലാം നമ്മുടെ വീട്ടിലുള്ള എല്ലാ മക്കളെയും രക്ഷിതാക്കൾ സത്യസന്ധമായ രീതിയിലുള്ള അഭിപ്രായമായിരിക്കും ഞാൻ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നവമി എന്നാണ്. ഇതെൻ്റെ ഫസ്റ്റ് ടൈം കുക്കിംഗ് വീഡിയോയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ് റോസ്റ്റാണ്. കാടമുട്ട എഗ് റോസ്റ്റാണ്. ഇപ്പോൾ ഈ കുക്കിംഗ് ചെയ്യാൻ കാരണം യാത്രയ്ക്കിടയിൽ വയനാട് ചുരം കയറിയ ടൈമിൽ സൈഡിൽ കാടമുട്ട റോസ്റ്റുകൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി കാടമുട്ട കഴിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. ഒത്തിരി മസാലകളോ ചേരുവകളോ ഒന്നുമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാവുന്ന മസാലകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 19 കാടമുട്ട പുഴുങ്ങിയത്, കുരുമുളക്, ഉപ്പ്, ഇത് മസാല പെരിഞ്ചീരകം, കറുകപ്പട്ട എന്നിവ ചേർന്നുണ്ടാക്കിയ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ചോപ്പ് ചെയ്തത്, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും ചേരുവകളാണ് നമുക്ക് കാടമുട്ട റോസ്റ്റിന് വേണ്ടത്. നമുക്ക് സ്റ്റൗ ഓണാക്കാം. പാൻ വെച്ചു. പാൻ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി, നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതി, മസാലയൊന്ന് നോക്കാൻ വേണ്ടി. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. പക്ഷേ സാധാരണ എണ്ണ ചൂടായിട്ട് കടുക്, കറിവേപ്പില ആ ചേരുവകളാണ് ചേർക്കുന്നത്. പക്ഷേ ഇതിൽ കടുകിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ കറിവേപ്പില ഇപ്പോൾ ഇടുന്നില്ല. കാരണം എഗ്ഗ് റോസ്റ്റില്ല ആയതിന് ശേഷം ലാസ്റ്റിലേ നമ്മൾ കറിവേപ്പില ഇട്ട് വഴറ്റത്തുള്ളൂ. എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് മസാലകൾ ഇടാം. ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ മുളക് പൊടി ഇടാം. ഇതിന് എരി ഇച്ചിരി മുമ്പിൽ നിൽക്കണം. ഉപ്പ് നമുക്ക് മുട്ടയില്ല ഇട്ടതിന് ശേഷം ഉപ്പിടാം. എന്നാലേ നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ പരുവം മനസ്സിലാകത്തുള്ളൂ. മസാല എല്ലാം പാകമായി, നമുക്കിനി മുട്ടയിടാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി മസാല കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് കരിഞ്ഞെന്ന്. ഇത് കരിഞ്ഞില്ല. ഇതിൻ്റെ പരുവം എങ്ങനെയാണ്? നമുക്കിനി ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ശകലം മതി. ഒത്തിരിയായ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വേറെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രുചിച്ച് നോക്കാനും ആൾ വേണ്ടേ. അപ്പം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം നമുക്ക് അറിയാം. അങ്ങനെ ആദ്യമായിട്ടല്ല ഞങ്ങളുടെ അമ്മു ചെറിയ രീതിയിലൊക്കെ കുക്ക് ചെയ്യും. എങ്കിലും ഇന്ന് നമ്മുടെ വയനാട് സ്റ്റൈലിലുള്ള കാടമുട്ടയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും അത് ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരുമുണ്ട്. ഞാനും ഉണ്ട്, ലിജിയുണ്ട്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായം പറയാം. സത്യസന്ധമായ രീതിയിലുള്ള അഭിപ്രായമായിരിക്കും ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുക്കാം. ഒന്നോ രണ്ടോ ഞാൻ ഒരെണ്ണം എടുത്തേ. മസാലയൊക്കെ പിടിച്ച അടിപൊളിയായിട്ടുണ്ട്.
സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. കൊള്ളാം. മസാലയൊക്കെ നല്ലതുപോലെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇത്രയും മസാല വേണം, എന്നാലേ ആ മുട്ടയ്ക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ല. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇനി ഞാൻ കഴിച്ചു നോക്കാം. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കൂടെ പറയാം. മേക്കിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഈ ക്യാമറ ഒന്ന് പിടിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ പറയാം, ഇത് എന്താ പറയുക, ഓരോ മുട്ടയ്ക്കകത്ത് നന്നായിട്ട് മസാല പിടിച്ചിരിക്കുന്നത് കണ്ടോ. സാധാരണ നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തില്ല. എനിക്ക് തോന്നുന്നു എണ്ണ ഒരുപാട് കുറച്ചിട്ടായിരിക്കും അല്ലേ. നന്നായിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. ഇനി കഴിച്ചു നോക്കട്ടെ. എരിവ് ഇച്ചിരി മുന്നിലുണ്ട്. ഇതാ കുരുമുളകിൻ്റെ എരിവുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇത് കറുത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും കരിഞ്ഞിട്ടില്ല. പിന്നെ ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക, കറിവേപ്പില നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇതിനകത്ത് ഇട്ടേക്കുന്നുണ്ട്. അതിനകത്ത് ശരിക്കും ഇതിനകത്തെല്ലാം പിടിച്ചിരിക്കുന്നു. അവസാനം ഉണ്ടാക്കി എൻ്റെ കൊച്ചിനൊരു കഷ്ണം കൊടുക്കണേ. കൊള്ളാം, അടിപൊളി മോളെ, സൂപ്പറായിട്ട്. അപ്പോൾ അതുകൊണ്ട് തുടർന്ന് ഇനി ഒരുപാട് പാചകങ്ങൾ അമ്മുവിൻ്റെ പ്രതീക്ഷിക്കാം അല്ലേ. കുറേ വെറൈറ്റിയൊക്കെ അവർക്ക് അറിയാം, എന്നേക്കാളും നല്ലതുപോലെ. അച്ഛന് പറയാനുള്ളൊരു കാര്യം ഇതേ ഉള്ളൂ മക്കളെ, പാചകം എന്നൊരു കലയാണ്. എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഈ പാചകം എന്ന് പറയുന്നത്. പാചകം പോലല്ല പാചകം. അപ്പം എന്താ പറയുന്നത്, നല്ല രീതിയിൽ പാചകം ചെയ്ത് പഠിക്കുന്ന എല്ലാ കുട്ടികളായും നമ്മുടെ വീട്ടിലെ എല്ലാ കുഞ്ഞു കുട്ടികളും മുതൽ എല്ലാ ആണായാലും പെണ്ണായാലും എല്ലാവരും പാചകം ചെയ്ത് പഠിക്കണം. പാചകം ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊരു പക്ഷേ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകും. അതൊഴിവാക്കാനും വേണ്ടി തീർച്ചയായിട്ടും അവനവനറിയാവുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ പാചകം നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഒന്നും അല്ലെങ്കിൽ അത്യാവശ്യം ഇച്ചിരി ചോറ് വെക്കാനും 2 ചപ്പാത്തി ഉണ്ടാക്കാനും ഇച്ചിരി ചമ്മന്തി അരയ്ക്കാനും ഒരു ഓംലേറ്റ് ഉണ്ടാക്കാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ എല്ലാ മക്കളും, അത് വീട്ടിലുള്ള എല്ലാ രക്ഷിതാക്കളും മസ്റ്റായിട്ട്. പഠനം ഒരു ഭാഗമാണ്. നമ്മൾ പറയുന്നുണ്ട് പഠനമാണ്, ഇപ്പോൾ 24 മണിക്കൂറും കുട്ടികൾ പഠിക്കുകയാണ്, പഠിക്കുമെന്ന് പറയുന്നു. പക്ഷെ അതൊക്കെ വേണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ പഠനമൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പാചകം എന്ന് പറയുന്നത് നമ്മളെല്ലാം നമ്മുടെ വീട്ടിലുള്ള എല്ലാ മക്കളെയും രക്ഷിതാക്കൾ അവരെയും കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പഠിപ്പിക്കണം. ഓക്കെ, ബാക്കി ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമാണ്. അത് തന്നെ കറക്റ്റ് വെക്കേഷൻ ടൈം ആയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാര്യങ്ങൾ ഇപ്പോൾ ഡെയിലി വേണ്ട, എന്തെങ്കിലുമൊക്കെ ചെറിയ പാചകങ്ങൾ മക്കളെ പഠിപ്പിക്കണം. അതുപോലെ നമ്മുടെ വീഡിയോയിൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.